Effects of population growth on economic development. ജനസംഖ്യ വർധനവ് സാമ്പത്തിക വികസനത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്തെല്ലാമാണ്, അതെങ്ങനെയൊക്കെയാണ് അതിനെ ബാധിക്കുക, അതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത്. Let us find out what are the important effects of increasing population on our economic development. First one is the unemployment and underemployment. A fast growing population aggravates the problem of unemployment and underemployment because employment opportunities do not increase as fast as increase in workforce. ജനസംഖ്യ ഒരു പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുമ്പോൾ അതിന് ആനുപാതികമായ തൊഴിൽ വർധനവ് ഉണ്ടാക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരും. അതിന്റെ ഫലം എന്താണ്? അൺഎംപ്ലോയ്മെന്റും അണ്ടർ എംപ്ലോയ്മെന്റുമാണ്. എന്താ അണ്ടർ എംപ്ലോയ്മെന്റ്? കാർഷിക മേഖലയിൽ ഇപ്പോൾ തന്നെ അമിതമായ ബാഹുല്യമാണുള്ളത്. ജനബാഹുല്യം അല്ലെങ്കിൽ ലേബർ ഫോഴ്സിന്റെ ബാഹുല്യമാണുള്ളത്. അപ്പൊ അതൊന്നുകൂടി വർദ്ധിക്കുക, ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതൊക്കെയാണ് അണ്ടർ എംപ്ലോയ്മെന്റ് അർത്ഥമാക്കുക. സെക്കൻഡ് പോയിന്റ് ഫുഡ് പ്രോബ്ലം ആണ്. സോ അനദർ ഇമ്പോർട്ടന്റ് ഇഫക്ട് ഓഫ് increasing population is the food problem. Increase in number of people means more demand for food. ജനസംഖ്യ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജനങ്ങൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷ്യധാന്യത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുക എന്നാണ് അർത്ഥം. ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ റിസൾട്ട്സ് ഇൻ a reduction in the average cultivated area per head. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ശരാശരി ആളോഹരി കൃഷിഭൂമിയുടെ അളവ് കുറയാനായിട്ട് അത് കാരണമാകും, യാതൊരു സംശയവും. To feed the people, large quantities of food stuffs have to be produced. ഈ വർദ്ധിച്ച ജനസംഖ്യയെ തീറ്റിപ്പോറ്റണമെങ്കിൽ കൂടുതൽ ഭൂമി കൃഷി ചെയ്യേണ്ടതായി വരും. അപ്പൊ സ്വാഭാവികമായും ദ റിസൾട്ട് എന്തായിരിക്കും? അതൊരു പക്ഷേ എന്താണ്, ഫാമിന് അല്ലെങ്കിൽ നമുക്ക് പറയാം ഫുഡ് ക്രൈസിസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. തേർഡ് വൺ, സബ് ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാൻഡ്. മറ്റു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഭൂമിയെ ചെറുതായി കീറി മുറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവും. വെൻ മോർ പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ, ദ പ്രഷർ ഓൺ ലാൻഡ് ഇൻക്രീസസ്. സ്വാഭാവികമായും കൂടുതൽ ആളുകൾ ഭൂമിയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഭൂമിയുടെ മുകളിലുള്ള പ്രഷർ വർദ്ധിക്കും, യാതൊരു സംശയമില്ല. ദിസ് ലീഡ്സ് ടു സബ് ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഹോൾഡിംഗ്സ്. അഗ്രികൾച്ചർ ഹോൾഡിംഗ്സ് ബിക്കം വെരി സ്മോൾ ആൻഡ് അൺഇക്കണോമിക്. അപ്പൊ ഭൂമിയെ തുണ്ടായി കീറി മുറിക്കുമ്പോൾ സ്വാഭാവികമായും ഭൂമിയുടെ ഉൽപാദനക്ഷമത കുറയാൻ കാരണമാകും. കാരണം ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു പ്രാക്ടീസ് സയന്റിഫിക് കൾട്ടിവേഷൻ മെത്തേഡ്സ്. ചെറിയ തുണ്ടുഭൂമികളിൽ നമുക്ക് ശാസ്ത്രീയമായ കൃഷി രീതികൾ അവലംബിക്കാൻ സാധിക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഈസ് ദ fall in labor efficiency. ലേബറിന്റെ എഫിഷ്യൻസി കുറയാനത് കാരണമാകും. അതെങ്ങനെയാണ് കുറയുക? ഇൻക്രീസ് ഇൻ ദി സൈസ് ഓഫ് പോപ്പുലേഷൻ ലോവേഴ്സ് പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അത് ആളുകളുടെ ആളോഹരി വരുമാനം കുറയുവാനും ജീവിത നിലവാരം കുറയുവാനും കാരണമാകും. fall in the standard of living reduces the efficiency of labor. തൊഴിലാളികളുടെ കാര്യക്ഷമത കുറയ്ക്കാൻ കാരണമാകും അവരുടെ ജീവിത നിലവാരം കുറയുക എന്ന് പറഞ്ഞാൽ. frequent pregnancy reduces the efficiency of women labor. അതുപോലെ കൂടെയുള്ള ഗർഭധാരണം സ്ത്രീ തൊഴിലാളികളുടെ കാര്യക്ഷമത കുറയ്ക്കാൻ കാരണമാകും. Next one, slow growth rate of per capita income and standard of living ആണ്.
എന്താണ്? പെർ ക്യാപിറ്റ ഇൻകവും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും വർദ്ധിക്കുന്ന നിരക്ക് കുറയാൻ കാരണമാകും. എ റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് എ ഹാൻഡിക്യാപ്പ് in the way of raising the growth rate of per capita income and standard of living to a higher level. ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുവാനും ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിൽ ഏറ്റവും ഒരു വിഘാതമായി നിൽക്കും എന്ത്? ജനസംഖ്യ വർധനവ്. കാരണം വർദ്ധിച്ചു വരുന്ന ജനസംഖ്യക്ക് ആനുപാതികമായി പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിപ്പിക്കുവാനും അല്ലെങ്കിൽ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുവാനും ജീവിത നിലവാരം ഉയർത്താനും സാധിക്കാതെ വരും. Next point, increasing burden of unproductive population. പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ജനസംഖ്യയുടെ എണ്ണം വർദ്ധിക്കും, അല്ലെങ്കിൽ അവരുടെ ഭാരം വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ബർത്ത് റേറ്റ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ഡു നോട്ട് മേക്ക് എനി കോൺട്രിബ്യൂഷൻ ടു പ്രൊഡക്ഷൻ യെറ്റ് ദേ ഹാവ് ടു ബി ഫെഡ്. ദിസ് ഇൻക്രീസസ് ദ ബർഡൻ ഓഫ് ദി ഗവൺമെന്റ് ആൻഡ് ദ വർക്കിംഗ് പോപ്പുലേഷൻ. ഇപ്പൊ ബർത്ത് റേറ്റിൽ ഉണ്ടാവുന്ന വർധനവ് അത് രാജ്യത്തിന് തന്നെ വലിയൊരു ബാധ്യതയായി മാറും. വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ബാധ്യതയായി മാറും. കാരണം ഇവർക്കൊക്കെ ഇവർ പ്രൊഡക്റ്റീവ് അല്ല, ഇവരൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പൊ ഇവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഇവരുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നിർവഹിക്കണം, അതിനുവേണ്ടിയൊക്കെ പണം മുടക്കേണ്ടി വരും. അപ്പോ അതായത് ജോലി ചെയ്യുന്നവനെ സംബന്ധിച്ച് അവനെയാണ് മറ്റുള്ളവർ ആശ്രയിക്കുന്നത്. അപ്പൊ അത് ഡിപ്പെൻഡൻസി റേറ്റ് ഒക്കെ വർദ്ധിക്കാനായിട്ട് കാരണമാകും. അപ്പൊ ഈ അൺപ്രൊഡക്റ്റീവായ ജനസംഖ്യ പ്രൊഡക്റ്റീവായ ആളുകളിൽ വേണ്ടി ഉണ്ടാക്കുന്ന ഭാരം വളരെ വലുതാണ്. നെക്സ്റ്റ് പോയിന്റ്, സ്കേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ആണ്. അമിതമായി ജനസംഖ്യ വർദ്ധിച്ചാൽ അത് വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ ലഭ്യത കുറയാൻ കാരണമാകും. വർദ്ധിച്ചു വരുന്ന ജനത്തിന് ആവശ്യമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. When population increases rapidly, it is not possible to provide educational facilities for all the children. അല്ലെ? അമിതമായി ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള വിദ്യാഭ്യാസ സൗകര്യം കൊടുക്കാൻ കഴിയാതെ വരും. ആവശ്യമുള്ള സ്കൂളുകൾ വേണം, കോളേജുകൾ വേണം, അല്ലെ? അതിനുള്ള ഭൗതിക സൗകര്യം ഉണ്ടാക്കാൻ പലപ്പോഴും ഗവൺമെന്റുകൾ സാധിക്കാതെ വരും. അപ്പൊ അതിന് എന്താണ് അവസ്ഥ എന്തായി മാറി? അപ്പൊ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ അപര്യാപ്തത ഉണ്ടാകും. നെക്സ്റ്റ് പോയിന്റ്, റിഡക്ഷൻ ഇൻ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. റിഡക്ഷൻ ഇൻ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. സേവിങ്ങിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നത് കുറവാണ്. എന്താണ്? ഇൻക്രീസിംഗ് പോപ്പുലേഷൻ റെഡ്യൂസസ് ദ സേവിംഗ് കപ്പാസിറ്റി ഓഫ് ദി പീപ്പിൾ. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ആളുകളുടെ സേവ് ചെയ്യാനുള്ള ശേഷി കുറയ്ക്കും. ലോ പെർ ക്യാപിറ്റ ഇൻകം ഡസ് നോട്ട് എനേബിൾ ദ പീപ്പിൾ ടു സേവ്. അവരുടെ ആളോഹരി വരുമാനം കുറയുമ്പോൾ അവരെങ്ങനെയാണ് സേവ് ചെയ്യാൻ പറ്റുക? ലോ സേവിംഗ് പ്രിവെന്റ്സ് ദ എക്സ്പാൻഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. സേവിങ് കുറവാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കുറവായിരിക്കും, ക്യാപിറ്റൽ ഫോർമേഷനും കുറവായിരിക്കും. നമ്മുടെ വികസനത്തെ അത് പിന്നോട്ട് നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് പോയിന്റ് ഈസ് സോഷ്യൽ പ്രോബ്ലംസ്. അമിതമായ ജനസംഖ്യാ വർധനവ് ചില സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്താ സാമൂഹികമായ പ്രശ്നങ്ങൾ? This rapid population growth leads to the problems like overcrowding in cities. അല്ലെ? സിറ്റികളിലൊക്കെ ജനങ്ങൾ അമിതമായി എന്താണ് കൂട്ടം കൂടാൻ, അല്ലെങ്കിൽ എന്താണ് എണ്ണം വർദ്ധിക്കും, അമിതമായ ആളുകളുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയാകും. സ്ലംബുകൾ വർദ്ധിക്കും, ചേരികൾ വർദ്ധിക്കും. അതുപോലെ എന്താണ് സാനിറ്ററി പ്രോബ്ലംസ്, ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ വിവിധ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. വ്യക്തി ശുചിത്വം പാലിക്കാൻ പറ്റാതെ വരും, അല്ലെ? സാമൂഹ്യ ശുചിത്വം പാലിക്കാൻ പറ്റാതെ വരും. സ്ലംബുകൾ വർദ്ധിക്കും, ചേരികൾ വർദ്ധിക്കും, പാവകൾ തിങ്ങിപ്പറക്കുന്ന വൃത്തിഹീനമായ ഏരികൾ വർദ്ധിക്കും. കാരണം ദാരിദ്ര്യമായിരിക്കും അവിടെ ഉണ്ടാവുന്ന റിസൾട്ട് എന്ന് പറയുക. ഓക്കെ, now let us sum up. A rapid population growth acts as a drain on economic development. അല്ലെ? സാമ്പത്തിക വളർച്ചയുടെ കുറവിലേക്ക് നയിക്കപ്പെടും, യാതൊരുവിധ സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് the main reason why the Indian economy continues to be an economy of shortages is the country's excessive population growth. എന്തുകൊണ്ട് ഇന്ത്യ ഇപ്പോഴും ഇല്ലായ്മയുടെ രാജ്യമായി നിൽക്കുന്നു? കാരണം മറ്റൊന്നുമല്ല, വർദ്ധിച്ചു വരുന്ന അമിതമായ ജനസംഖ്യ. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ തന്നെയാണ് ഒരു പരിധിവരെ ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഇല്ലായ്മകൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം. Okay.